മെഹക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് റംസാൻ ഒന്നിലെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറുകിയ ചാറോടുകൂടിയ അടിപൊളി ടേസ്റ്റിയായ അതീവ രുചികരമായ കുറുകിയ ചാറോടുകൂടിയ മീൻകറിയുടെ റെസിപ്പിയും അതേപോലെ തന്നെ നോമ്പുതുറ ഒരുക്കങ്ങളുമുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. റംസാൻ ഒന്നിലെ വിശേഷങ്ങൾ കണ്ടാലോ? അതീവ രുചികരമായ വളരെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറി റെസിപ്പി കാണാം. അതേപോലെ തന്നെ റംസാൻ ഒന്നിലെ നോമ്പുതുറ വിശേഷങ്ങളും കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത് അടുപ്പത്തേക്ക് ഇതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതാ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതാ കറിവേപ്പില, പിന്നെ ഇതാ വെളുത്തുള്ളി 5-6 കുനുകുനാ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തങ്ങായിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 5-10 ചെറുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. അങ്ങനെ അതിലേക്ക് ചെറുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായി തീ കുറച്ച് വെച്ച് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാശ്മീരി മുളക് പൊടി പാകത്തിന്, മല്ലിപ്പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് ചേർത്ത് കൊടുത്ത് മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാർ. അങ്ങനെ പാകത്തിന് വെള്ളവും ഒഴിച്ചു. പിന്നെ പച്ചമുളക് 3-4 കീറിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും ഒരു ചോള കുടംപുളിയുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാനും സാധിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ചോള കുടംപുളിയും ചേർത്തും കൊടുത്തങ്ങായിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് ചാറൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ശിലാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നന്നായി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ശിലാവ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ചാറ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ശിലാവ് ചേർത്ത് കൊടുത്തു. പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മാങ്ങ അരിഞ്ഞതാണ് കേട്ടോ. പച്ചമാങ്ങ നാട്ടുമാവിലി മാങ്ങ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെച്ച് കൊടുത്ത ശേഷം ഒരു മാങ്ങ പച്ചമാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് വേവിക്കാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മാങ്ങ ഉടഞ്ഞു കിട്ടും. അതിന് ശേഷം മൂടി വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തു. അതിന് ശേഷം മീനൊക്കെ കുറുകി മീൻ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം അടിപൊളി ടേസ്റ്റിയായ അതീവ രുചികരമായ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിയൊക്കെ തൂളിക്കാം. അതീവ രുചികരമായ വയൽക്കപ്പലോടും അതീവ രുചികരമായ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയായ മീൻകറിയാണ്. കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി മീൻകറി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പുതുറ ഒരുക്കങ്ങൾ കാണാം കേട്ടോ. പള്ളിയിൽ നിന്ന് ജീരക കഞ്ഞി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് നീക്കി വെച്ചു. ഇനി അടുത്തതായി ഒരു ജഗ്ഗിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ചെറുനാരങ്ങ. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശ അതിലേക്ക് ചേർത്ത് കൊടുത്തങ്ങായിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കേട്ടോ. അങ്ങനെ അത് ഡ്രിങ്ക് റെഡിയാക്കി എടുത്തു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴുണ്ട് തണ്ണിമത്തം കൊണ്ടൊരു ജ്യൂസ് അടിച്ചാലോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ മോള് ഓടിപ്പാഞ്ഞെത്തിയിട്ടോ. തണ്ണിമത്തൻ മുറിച്ചില്ലേ ചോദിച്ചിട്ട്. എന്തേലും ചോദിച്ചു. എനിക്ക് ജ്യൂസ് വേണ്ട, എനിക്ക് കുറച്ച് പീസാക്കിയിട്ട് തിന്നാൻ തന്നാൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ കുറച്ചൊക്കെ അരിഞ്ഞിങ്ങായിട്ട് അവൾക്ക് അങ്ങോട്ട് കൊടുത്തിട്ടോ. അങ്ങനെ കുറച്ച് ഭാഗം അരിഞ്ഞത് നമ്മുടെ കിണ്ണത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തങ്ങായിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് മിക്സിയിൽ ജ്യൂസ് അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുന്നു. ഇനി അതിലേക്ക് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് നേരെ പോകുന്നത് ഫ്രിഡ്ജിലേക്കാണ്. അടുത്തതായി നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നറുനീണ്ടി സർവത്താണ് കേട്ടോ. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നറുനീണ്ടി സർവത്ത് ഒഴിച്ചു കൊടുത്തു കേട്ടോ പാകത്തിന്. എന്നിട്ട് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പാകത്തിന് പഞ്ചസാരയും അതേപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശ സെറ്റാക്കി വെച്ചിരിക്കുന്ന കശകശ ഇതിലേക്ക് ചേർത്ത് കൊടുത്തങ്ങായിട്ട് അടിപൊളി ഡ്രിങ്കാണ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. നറുനീണ്ടി സർവത്ത് അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കശകശ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഉഷാറാക്കി കേട്ടോ. അങ്ങനെ അടിപൊളി നറുനീണ്ടി സർവത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ കക്കരിക്ക കൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറ വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിഭവങ്ങൾ എന്ന് പറയാൻ ഈ സംഭവങ്ങൾ മാത്രമുള്ളൂ കേട്ടോ. വേറൊന്നും ഒരുക്കാറില്ല. ഇങ്ങനെയുള്ള ജ്യൂസുകളും വെള്ളങ്ങളൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റിയായ കുറുകിയ ചാറോട് കൂടിയുള്ള അടിപൊളി മീൻകറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നോമ്പ് തുറ വിഭവങ്ങളുടെ ഒരുക്കങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയും പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.